ഹായ് ഫ്രണ്ട്സ്, ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു A to Z സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി നമുക്കറിയാം ബാങ്ക് എക്സാം എന്നുള്ളത് പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്ന് പറയുന്ന രണ്ട് എക്സാംസ് ആണ്. പക്ഷേ നമ്മുടെ ഗോൾ എന്താണ്? ടു ഗെറ്റ് എ ജോബ്, ടു ക്രാക്ക് ദ എക്സാം, അല്ലേ? സോ ഈ ഒരു ഗോൾ കൊണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രിലിംസ് മെയിൻസ് അങ്ങനെ ഒരു ഡിഫറൻസ് കൊടുക്കാതെ ഒന്നിച്ച് കമ്പൈൻഡ് ആയിട്ട് പഠിക്കുക. ആ ഒരു ടൈപ്പ് ഓഫ് ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി പ്രിലിംസിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 10 to 14 ഡേയ്സിന് ഉള്ളിൽ നമുക്ക് മെയിൻസിന്റെ എക്സാം വരും. സോ ആ ഒരു ടൈമിൽ ഈ 10-14 ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു 10 ഡേ നമുക്കൊരു റിവിഷൻ പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഇപ്പൊ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ 100% ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൽ എന്ത് ചെയ്യണ്ട, ഒരു നമുക്കൊരു എഫേർട്ട് വരില്ല. നമ്മൾ ഈ ചെയ്യുന്ന സമയം തന്നെ നമ്മൾ 100% ഇടുവാണെങ്കിൽ. സോ പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്നുള്ള രീതിയിൽ ഒരു കമ്പൈൻഡ് സ്റ്റഡി പ്ലാൻ ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം ബാങ്ക് എക്സാംസിന്റെ കേസിൽ ഇംഗ്ലീഷ്, റീസണിങ്, ക്വാണ്ട് ആൻഡ് കറണ്ട് അഫയേഴ്സിന് 4 സെക്ഷൻസ് ആണ് ഉള്ളത്. RRB എക്സാംസിന് മാത്രം കമ്പ്യൂട്ടർ എന്നുള്ള സെക്ഷൻ കൂടി വരുന്നുണ്ട്, RRB ആൻഡ് ഇൻഷുറൻസ് എക്സാംസിന്. സോ അത്ര എക്സാംസ് വരുമ്പോൾ മാത്രം ഈ കമ്പ്യൂട്ടർ പഠിക്കുക. ബാക്കി നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ബാക്കി 4 സെക്ഷൻസ് ആണ്. ആ ബാക്കി 4 സെക്ഷൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഡെയിലി നമുക്ക് എന്തൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഇംഗ്ലീഷ് ആണ് പറയുന്നത്. ഇംഗ്ലീഷ് നമുക്കറിയാം എന്താണ്, ഒരു ലാംഗ്വേജ് ആണ്. സോ ഡെയിലി ആ ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് യൂസ് ചെയ്യണം, നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ലാംഗ്വേജ് കിട്ടുകയുള്ളൂ, അല്ലെ? സോ നമുക്ക് ഇംഗ്ലീഷിൽ മെയിൻ ആയിട്ട് ഫസ്റ്റ് പറയുന്നത് റീഡിംഗ് ആണ്. റീഡിംഗ് ന്യൂസ് പേപ്പർ ഓർ നോവൽ, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, റീഡിംഗ് ചെയ്യാം. ഇംഗ്ലീഷിൽ റീഡ് ചെയ്യുക. മിനിമം ½ റീഡ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിൽ റീഡ് ചെയ്യാം, പക്ഷെ നമ്മൾ ആ ഒരു ടൈം കൺസ്ട്രെയിന്റ് വെച്ചുകൊണ്ട് റീഡ് ചെയ്യുക. പക്ഷെ മിനിമം നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി റീഡ് ചെയ്യുക. റീഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വൊക്കാബുകൾ, അറിയാത്ത വൊക്കാബ്സ് നോട്ട് ചെയ്യുക. അത് എങ്ങനെയാണ് ആ പാസേജിൽ യൂസ് ചെയ്തതെന്നുള്ളത് നോക്കുക, അതിന്റെ യൂസേജ് നോക്കുക. ആ വൊക്കാബ് ഡെയിലി റിവിഷൻ ചെയ്യുക. ഓക്കെ, ഒരിക്കലും നമ്മൾ ഓരോ വൊക്കാബോ അതിന്റെ മീനിങ്ങും ബൈഹാർട്ട് ചെയ്ത് പോവാതെ ഡെയിലി അത് വായിച്ച് റിവിഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ ആ വൊക്കാബ്സ് നമുക്കത് വീണ്ടും അതിനെ കാണുമ്പോൾ നമുക്ക് അതിന്റെ മീനിങ് നമുക്ക് ഓർമ്മയുണ്ടാവും. സോ ആ രീതിയിൽ ഡെയിലി വൊക്കാബ് പഠിക്കുക. ഇപ്പൊ എനിക്ക് റീസെന്റ് ആയിട്ട് എനിക്ക് എന്താ വെച്ചാൽ കുറച്ചു കാലം മുന്നേ SBI ക്ലർക്ക് മെയിൻസ് എക്സാമിന്റെ സമയത്ത് ഒരു മെയിൻസ് എക്സാമിന് 10 ഡേ ബിഫോർ ആയിട്ട് ഒരു സ്റ്റുഡന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് വൊക്കാബ് പഠിക്കുക, SBI എക്സാം ആണ്, എങ്ങനെയാണ് ഞാൻ SBI എക്സാമിന് വേണ്ടിയിട്ട് വൊക്കാബ് ഇംപ്രൂവ് ചെയ്യാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 10 ദിവസം കൊണ്ട് എത്ര വൊക്കാബ് നമുക്ക് പഠിക്കാൻ പറ്റും? അല്ലെ, അങ്ങനെ പഠിച്ചത് കൊണ്ട് എന്താണ് അവിടെ ഒരു ഉപകാരം, എന്താണ് അതിന്റെ യൂസ് വരുന്നത്, എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആക്ച്വലി വൊക്കാബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി പഠിച്ച് നമ്മുടെ കയ്യിൽ ഒരു കളക്ഷൻ ഓഫ് വൊക്കാബ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആ വൊക്കാബ്സിന് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റണം, നമുക്ക് ആ വൊക്കാബ്സ്. അല്ലാതെ നമ്മൾ വെറുതെ ചുമ്മാ അത് പഠിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, പഠിക്കുവാണെങ്കിൽ ഡെയിലി ഒരു 5-10 വൊക്കാബ്സ് എഴുതുക. അതിന്റെ എന്ത് ചെയ്യുക, അതിന്റെ യൂസേജ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക, അത് യൂസ് ചെയ്യാൻ പറ്റണം നോക്കുക. ഓക്കെ, ആ രീതിയിൽ വൊക്കാബ്സ് ആ രീതിയിൽ ചെയ്യാം. പിന്നെ 120 റൂൾസ് ഓഫ് ഗ്രാമർ ആണ്. നമുക്ക് ഇപ്പൊ നമ്മള് യൂട്യൂബ്സിലൊക്കെ 120 റൂൾസ് നിമിഷ മാമിന്റെതും സന്തോഷ് സാറിന്റെ ഒക്കെ വീഡിയോസ് കാണാം. മാത്രമല്ല 120 റൂൾസിന്റെ PDF അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഹാർഡ് കോപ്പി ആയിട്ട് ബുക്സ് അവൈലബിൾ ആണ്. സോ അത് എന്തായാലും കവർ ചെയ്യുക. അപ്പൊ ഈ 120 റൂൾസ് ഓഫ് ഗ്രാമർ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്താ പറയാ, ഇംഗ്ലീഷിൽ നല്ല സ്കോർ കിട്ടും എന്നുള്ള ഒരു കാര്യമല്ല പറയുന്നത്. പക്ഷെ ഇത് ഓരോന്നും കൂടി ചേരുമ്പോഴാണ് ആ ലാംഗ്വേജ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ പിന്നെ മെയിൻ ആയിട്ട് ഡെയിലി റീഡിംഗ് കോംപ്രഹെൻഷൻ, പ്രിലിംസ് 3 ക്വസ്റ്റ്യൻസ് ചെയ്യുക, മെയിൻസ് 1 ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, അത് ഡെയിലി ചെയ്യണം.
ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ടാണ് നമ്മൾ കവർ ചെയ്യുന്നുണ്ടെങ്കിലും RC ക്വസ്റ്റ്യൻസ് ഡെയിലി ചെയ്തു പോകണം. കാരണം നമുക്കറിയാം അല്ലെ, മെജോറിറ്റി നമുക്കൊരു RC നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 10 to 12 മാർക്ക് ഒക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ട് മെയിൻസിൽ നമുക്ക് RC മാത്രം ചെയ്താൽ മാത്രം മതി അല്ലെ. 2 or 3 RCs ഒക്കെ നമുക്ക് മെയിൻസ് എക്സാംസിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഡെയിലി അത് ചെയ്തു പോവുക. RC പാരഗ്രാഫ് വായിച്ചാൽ മാത്രം പോരാ, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് അതുമായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി നോക്കണം. ഓക്കെ, അതെപ്പോഴും പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഉള്ളത് ഒന്നിക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക് ടെസ്റ്റ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ടോപ്പിക് ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് ഞാൻ ടോപ്പിക് ചൂസ് ചെയ്തു. ഇന്ന് ഞാൻ ചൂസ് ചെയ്യുന്ന ടോപ്പിക് ആണ് ക്ലോസ് ടെസ്റ്റ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രിലിംസ് ലെവല് ഒരു 4 to 5 ക്ലോസ് ടെസ്റ്റ് എടുക്കുക. ഓക്കെ, മെയിൻസ് ലെവൽ ഒരു 2 to 3 മെയിൻസ് ലെവൽ ക്ലോസ് ടെസ്റ്റ് എടുക്കുക. അത് സോൾവ് ചെയ്യുക, അതിന്റെ കാര്യങ്ങൾ നോക്കുക. നെക്സ്റ്റ് ഡേ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നെക്സ്റ്റ് ഡേ പാരാജമ്പിൾ എടുക്കുക. പാരാജമ്പിൾ പ്രിലിംസ് ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യുക, മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യുക. അങ്ങനെ ഡെയിലി ഓരോ ടോപ്പിക് എടുത്തിട്ട് അതിന്റെ മുകളിൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ബാലൻസ് ചെയ്ത് പഠിക്കുക. ഇനി അല്ല, നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു മോഡാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ഒരു ക്ലോസ് ടെസ്റ്റ്, ഒരു പാരാജമ്പിൾ, അല്ലെ ഒരു 2 or 3 പാരാജമ്പിൾസ്, പിന്നെ ഫില്ലേഴ്സ്, കണക്ടേഴ്സ്, ഇങ്ങനെ പ്രിലിംസിലുള്ള മിസലേനിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. പ്ലസ് അതിന്റെ കൂടെ അതിന്റെ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, ആ രീതി പോവാം. പിന്നെ മെയിൻ ആയിട്ട് ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത് റീഡിംഗ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 2 ദിവസം വായിക്കുമ്പോഴേക്കും അവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ഇനി വായിക്കാൻ ബുദ്ധിമുട്ടാണ്, ടൈം വേസ്റ്റ് ആണെന്നൊക്കെ തോന്നുവാണെങ്കിൽ ആ രീതിയിലുള്ള തോട്ടേ പോവാതെ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക. ഓക്കെ, നിങ്ങൾ പല സ്റ്റുഡൻസും പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറില്ല പക്ഷെ വായിക്കാറുണ്ട്. സോ എനിക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അവിടെ എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് അവിടെ എന്തോ ഒരു എറർ ഉള്ള പോലെ തോന്നാറുണ്ട്. ഈവൻ അവിടെ എന്താണ് എറർ എന്ന് പോലും കറക്റ്റ് അറിയില്ലെങ്കിൽ കൂടി ആ ഒരു വായിച്ച ഫ്ലുവൻസി ഉള്ളത് കൊണ്ട് നമുക്ക് ഓൾറെഡി അവിടെ ഒരു എറർ ഉണ്ട് എന്നുള്ളൊരു ഇൻറ്റ്യൂഷൻ നമുക്ക് കിട്ടും. സോ അങ്ങനെ വെറും റീഡിങ്ങിലൂടെ മാത്രം സ്കോർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. സോ റീഡിംഗ് പ്ലസ് ഇത്തരം കാര്യങ്ങളുടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നമുക്കൊരു ഒരു ആവറേജ് സ്കോർ എന്തായാലും, ആവറേജ് ഒരു എബോവ് ആവറേജ് സ്കോർ എന്തായാലും കിട്ടും. പക്ഷെ ഇതിന്റെയൊക്കെ കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി നോക്കുക എന്നുള്ളതാണ്. സോ ഞാൻ സോഴ്സസ് പറഞ്ഞേക്കുന്നത് നിമിഷ വെൽസൽ, സന്തോഷ് സാറാണ്. ഇവരുടെ രണ്ടാളുടെ യൂട്യൂബ് ചാനൽസ്. പക്ഷെ ഈ സോഴ്സസ് എന്ന് പറയുന്നത് നിങ്ങൾ ആരും, ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ വേറൊരാൾ പറയുന്ന സോഴ്സ് പോയി സെലക്ട് ചെയ്യാൻ പാടുള്ളതല്ല. നിങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്ന സോഴ്സുകൾ എടുത്തിട്ട് അത്തരം സോഴ്സുകൾ നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏത് സോഴ്സ് ആണല്ലോ, ഏത് ടീച്ചേഴ്സ് പറയുന്നതിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുന്നത്, ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവായി തോന്നുന്നത്, മനസ്സിലാവുന്നത്, അവരെ ഫോളോ ചെയ്യുക. ഓക്കെ, ഒരാൾ ഇന്ന ടീച്ചർ നല്ലതാണെന്ന് ഒരാൾ പറയുന്നത് കേട്ടിട്ട് ആ വീഡിയോ കഷ്ടപ്പെട്ട് മനസ്സിലാക്കി പഠിക്കുന്നതിനേക്കാളും ബെറ്റർ നിങ്ങളായിട്ട് തന്നെ ടൈം എടുത്തിട്ട് സോഴ്സ് ചൂസ് ചെയ്യുക, ദെൻ അത് ഫോളോ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വാൺസ് ആണ്. ക്വാൺസിൽ നമുക്ക് ഡെയിലി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ വൊക്കാബിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ക്വാൺസും നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. പെട്ടെന്ന് ഒരു 5 ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കോൺസെപ്റ്റ് വേണമെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും, അല്ലാതെ ആ ഒരു നമുക്ക് നല്ല സ്പീഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. സോ ഡെയിലി മസ്റ്റ് ഡു ആയിട്ടുള്ള കാര്യങ്ങളാണ് 10 to 15 questions in simplification, 10 to 15 approximation, 5 to 10 number series, either missing or wrong number, then 5 to 10 quadratic equation, 20 to 30 arithmetic questions for prelims, 10 arithmetic questions for mains, 5 DI for prelims, 3 DI for mains, 5 DS. DS means data sufficiency. ഓക്കെ, അപ്പൊ ഇവിടെ എടുത്തു വരേണ്ട ഒരു കാര്യം, ചില ബിഗിനേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ചില അരിത്തമാറ്റിക് ക്വസ്റ്റ്യൻസിന്റെ കോൺസെപ്റ്റ് കൺഫ്യൂസ്ഡ് ആയിരിക്കും അല്ലെ. അപ്പൊ അത്തരം സ്റ്റുഡൻസ് എത്രയും പെട്ടെന്ന് തന്നെ ടൈം എടുത്തുകൊണ്ട് അത്തരം കോൺസെപ്റ്റ്സ് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കുക. കാരണം ഇപ്പോ നിലവിൽ എക്സാംസ് ഒന്നും വിളിച്ചിട്ടില്ല, നോട്ടിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. സോ നമ്മുടെ ബേസിക്സ് കവർ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം ഇതാണ്. ഓക്കെ, സോ അത് പെട്ടെന്ന് കവർ ചെയ്ത് പോവുക. മാത്രമല്ല അരിത്തമാറ്റിക് ക്വസ്റ്റ്യൻസ് നമുക്ക് കോൺസെപ്റ്റ് അറിയാം, ഓക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കോൺസെപ്റ്റ് എനിക്ക് അറിയാം എന്ന് വെച്ചിരിക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് എത്ര കോൺസെപ്റ്റ് അറിയുന്നതല്ല കാര്യം, നിങ്ങൾ അതിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം.
ഓക്കെ, ഇപ്പൊ മെയിൻസ് ലെവൽ ആണെങ്കിലും പ്രിലിംസ് ലെവൽ ആണെങ്കിലും അരിത്തമാറ്റിക്കിന് ഒത്തിരി പ്രയോറിറ്റീസ് ഇപ്പോൾ ഉള്ള എക്സാംസിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അരിത്തമാറ്റിക് ക്വസ്റ്റ്യൻസ് മെയിൻസ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് പോവുക. കൂടാതെ പ്രിലിംസിന്റെ 5 DI ഡെയിലി ചെയ്യുക. ആ 5 DIs പൈ ചാർട്ട്, ബാർ ചാർട്ട്, കോളം, കേസ്ലെറ്റ്, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് DIs സെലക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. അല്ലാതെ 5 DI ആണെങ്കിൽ 5 പൈ ചാർട്ട് എടുക്കുക, 5 ബാർ ചാർട്ട് എടുക്കുക, ആ രീതി ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. മാത്രമല്ല ഇതിന്റെ കൂടെ മെയിൻസിന്റെ 3 DIs ഞാൻ പറയുന്നുണ്ട്. കാരണം മെയിൻസ് ലെവൽ എക്സാംസിന് അരിത്തമാറ്റിക്കും DIസും പിന്നെ ഡാറ്റ സഫിഷ്യൻസിയും ഇത് മൂന്നുമാണ് ഓൾമോസ്റ്റ് എപ്പോഴും വരാറുള്ളത്. ഓഫ് കോഴ്സ് സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, ക്വാഡ്രാറ്റിക് നമ്പർ സീരീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും അതൊക്കെ മിനിമൽ നമ്പർ ആയിരിക്കും. ബാക്കി മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് DIs, അരിത്തമാറ്റിക് ആൻഡ് ഡാറ്റ സഫിഷ്യൻസി ആയിരിക്കും. സോ ഈ 3 ടോപ്പിക്കുമാണ് നിങ്ങൾ മെയിൻസിന് വേണ്ടി എന്ന് പറഞ്ഞ് പഠിക്കേണ്ടത്. സോ മെയിൻസിന് വരുന്ന DIs മിക്കവാറും ഒന്നിക്ക് നമുക്ക് ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ക്വസ്റ്റ്യൻസ് എളുപ്പമായിരിക്കും, പക്ഷെ നമുക്ക് തന്നേക്കുന്ന ഡാറ്റ സോൾവ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നേരെ ഉൾട്ടാ കേസ് വരാം, നമുക്ക് ഡാറ്റ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷേ ക്വസ്റ്റ്യൻസ് കുറച്ച് നല്ല വലിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മേ ബി ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ 1-2 ക്വസ്റ്റ്യൻ മാത്രം സിമ്പിൾ ആയിട്ട്, ബാക്കി 3 ക്വസ്റ്റ്യനും അത്യാവശ്യം ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ പലപ്പോഴും പറയുന്നുണ്ട് എക്സാം എന്താണ് ക്വസ്റ്റ്യൻ ഈസി ആണ് ബട്ട് കാൽക്കുലേറ്റീവ് ആണ് എന്ന് കുറെ കമന്റ്സ് എപ്പോഴും കാണാറുണ്ട് അല്ലെ. സോ ഈ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ടൈം ചെയ്യുക. പ്രാക്ടീസ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങളും ക്വസ്റ്റ്യനും മാത്രമുള്ള ടൈമാണ്. അവിടെ നിങ്ങൾക്ക് ടൈം കൺസ്ട്രെയിൻ ഇല്ല അല്ലെ. പ്രാക്ടീസ് ഓഫ് കോഴ്സ് നമ്മൾ ടൈം നോക്കണം, എന്നാലും നിങ്ങൾക്ക് ഒരു പുതിയ ഒരു ലെങ്തി ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ അവിടെ ഒരു ടൈം കൺസ്ട്രെയിൻ വെക്കേണ്ട ആവശ്യമില്ല. അത്തരം ലെങ്തി ക്വസ്റ്റ്യൻ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ള രീതിയിൽ അത് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ എക്സാമിന് ലെങ്തി ക്വസ്റ്റ്യൻ കാണുമ്പോഴും അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ നിങ്ങൾ പാനിക് ആവില്ല. ഓക്കെ, സോ ആ രീതി പോവാം. ദെൻ ഡാറ്റ സഫിഷ്യൻസി ഇപ്പോ നമുക്ക് അരിത്തമാറ്റിക് കോൺസെപ്റ്റ്സ് ഒക്കെ അറിയാണെങ്കിൽ ഡാറ്റ സഫിഷ്യൻസി നമുക്ക് ഈസി ആയിരിക്കും. പക്ഷേ മെയിൻ ഇഷ്യൂ എന്താന്ന് വെച്ചാല് നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1, 2, 3 എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സോൾവ് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. ബട്ട് നമുക്ക് എപ്പോൾ അധിക സ്റ്റുഡൻസിനും നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് ഡാറ്റ സഫിഷ്യൻസി കേസിലാണ്. അത് നമ്മൾ എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് അവിടെ വെക്കും. നമുക്ക് എന്താ പറയാ, മേ ബി നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 വെച്ചിട്ട് നമുക്ക് കിട്ടില്ല എന്ന് തോന്നും, പക്ഷേ അവിടെ ആക്ച്വലി കിട്ടുന്ന ഒരു കേസ് ഉണ്ടാവാം. സോ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡാറ്റ സഫിഷ്യൻസി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. 5 ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ ഒരു 3 ക്വസ്റ്റ്യൻസ് എങ്കിലും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാല് എക്സാം അടുക്കുമ്പോഴുള്ള പാനിക് സ്ട്രെസ് ഒക്കെ കുറയും. ഓക്കെ, നമുക്ക് പ്രിലിംസ് എക്സാം അടുത്തെത്തി കഴിഞ്ഞാൽ പ്രിലിംസ് എക്സാമിന് ഒരു 20 to 30 ഡേയ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ തീരെ മെയിൻസ് നോക്കില്ല, പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രിലിംസ് മാത്രമേ നോക്കുകയുള്ളൂ. അപ്പോൾ ആ ടൈമിൽ പ്രിലിംസ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴാണ് വീണ്ടും അയ്യോ മെയിൻസ് എന്നുള്ളൊരു ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൈമിൽ മെയിൻസ് കൂടെ പഠിച്ചിട്ട് പോവാന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ദെൻ ഇവിടെ ഞാൻ ക്വാൻസിന് വേണ്ടി ഞാൻ പറഞ്ഞ സോഴ്സസ് കരിയർ ഡിഫൈനറും ആശിഷ് അറോറ സാറിന്റെ യൂട്യൂബ് ചാനൽസ് ആണ്. ആ 2 ചാനൽ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് PDFs ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പ്രിലിംസ്, മെയിൻസ്, ദെൻ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. പിന്നെ ഇപ്പൊ കരിയർ ഡിഫൈനർ സാറിന്റെ ഒക്കെ അതിലൊക്കെ ആ കൗശിക് സാറിന്റെ ഒക്കെ വീഡിയോസ് നിങ്ങൾക്ക് അത് ഓക്കെ ആണ്, സാറിന്റെ ലാംഗ്വേജും സാറിന്റെ മോഡ് ഓഫ് ടീച്ചിങ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ബേസ് സ്ട്രോങ് ആക്കാൻ ഇത്രയും നല്ല വീഡിയോസ് വേറെയില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താ പറയാ ഒരു ടോപ്പിക്കിൽ ഒരു സാറിന്റെ വീഡിയോ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് വേറെ, അതായത് ഇപ്പൊ നമുക്ക് ഇന്നത്തെ എനിക്കൊന്ന് ആഫ്റ്റർ കോവിഡ് നമുക്ക് യൂട്യൂബിൽ ധാരാളം സോഴ്സസ് അവൈലബിൾ ആണ്, ഫ്രീ സോഴ്സസ്. ഓക്കെ, സോ അത് റെഫർ ചെയ്യാവുന്നതാണ്. ദെൻ PDF ആയിട്ടും ക്വിസസ് ആയിട്ടും ക്വസ്റ്റ്യൻസ് ആയിട്ടും ഒക്കെ നമുക്ക് ഗൈഡ്ലിയിലും സ്മാർട്ട് കീഡയിലും പെയ്ഡ് ആൻഡ് അൺപെയ്ഡ് ആയിട്ടുള്ള ഒത്തിരി സോഴ്സുകൾ ഉണ്ട്. സോ അതൊക്കെ വെച്ച് സോൾവ് ചെയ്യാവുന്നതാണ്. സ്മാർട്ട് കീഡയിലൊക്കെ ധാരാളം ഈ അരിത്തമാറ്റിക് ക്വസ്റ്റ്യൻസിന്റെ ധാരാളം PDFകൾ ഉണ്ട് വിത്ത് സൊല്യൂഷൻ. സോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ കോൺസെപ്റ്റ് അറിഞ്ഞിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ടൈമർ വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ തന്നെ ട്രൈ ചെയ്യുക മാക്സിമം. ഓക്കെ, ദെൻ റീസണിങ് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട കാര്യം 10 സില്ലോജിസം, 10 ഇനീക്വാലിറ്റി, 3 alpha numeric series, 2 direction or blood relation or coding, 5 puzzle or seating arrangements, 5 puzzles for mains, 2 input output, 3 data sufficiency. Okay,
ഇവിടെ നിങ്ങൾ ഇപ്പൊ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇനീക്വാലിറ്റീസ് ഇല്ലോയിസും ഒക്കെ നന്നായിട്ട് അറിയാം. അത് എങ്ങനെ വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത് നോക്കണ്ട. നിങ്ങൾക്ക് ഇവിടെ ടഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കംപ്ലീറ്റ് പാക്കേജ് പോലെ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടും നിങ്ങളുടെ വീക്കും സ്ട്രോങ്ങും ആയിട്ടുള്ള ഏരിയാസ് അനുസരിച്ചിട്ട് ഇതിന്റെ ടൈമും ഇതിന്റെ ആ ഒരു നമ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ചില കുട്ടികൾക്ക് പസിൽസ് ഓക്കെ ആയിരിക്കാം, പക്ഷെ ഈ ബാക്കി വരുന്ന മിസലേനിയസിലേക്കും പ്രശ്നം. ചിലവർക്ക് നേരെ ഉൾട്ടയായിരിക്കും. അപ്പൊ അത് ഓരോരുത്തരും ഓരോ പേഴ്സണൽ ഡിപ്പെൻഡന്റ് ആണ്. അതിനനുസരിച്ച് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. പക്ഷെ ഇൻപുട്ട് ഔട്ട്പുട്ടും ഡാറ്റ സഫിഷ്യൻസിയും ഒക്കെ ഡെയിലി 2-3 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. മെയിൻ ആയിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട്. കാരണം നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒത്തിരി പിന്നെ റൂൾസ് വന്നു കഴിഞ്ഞു അല്ലെ, ഒത്തിരി പിന്നെ ലോജിക്സ് ഓൾറെഡി ഔട്ടായി. അപ്പൊ ഇനി പുതിയ പുതിയ ലോജിക്സ് വരാറുണ്ട് നമുക്ക്, പുതിയ പുതിയ ഇൻപുട്ട് ഔട്ട്പുട്ട് ലോജിക്സ് അല്ലെ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നെ 2-3 ലോജിക്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. സോ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ മിക്കവാറും മെയിൻസ് എക്സാംസ് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കും. ചില സ്റ്റുഡൻസ് നോക്കാറ് പോലും ഇല്ല. ചില ആൾക്കാർ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് സ്കിപ്പ് ചെയ്ത് പോവാണ്. പക്ഷെ ആ ഒരു ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടുന്ന വഴി വേറെ ഇല്ല. സോ ഡെയിലി 2 ലോജിക്ക് ഇങ്ങനെ നമ്മൾ നോക്കി നോക്കി പോയി കഴിഞ്ഞാല് നമുക്ക് ഏതെങ്കിലും ഒരു ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ്, ആ ക്വസ്റ്റ്യൻ നോക്കാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. സോ ഡെയിലി 2 ഇൻപുട്ട് ഔട്ട്പുട്ട് വെച്ച് ചെയ്യുക. ഓക്കെ, ഞാൻ പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് 6-7 സ്റ്റെപ്പുള്ള ഔട്ട്പുട്ട് എഴുതി സോൾവ് ചെയ്യാനല്ല. ആ ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ, എന്താണ് അവിടെ ഉപയോഗിച്ച ലോജിക്ക് എന്താണ്, വേണമെങ്കിൽ ആ ലോജിക്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ മെയിൻസിന്റെ സമയത്ത് നോക്കിയാൽ മതിയല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ആക്ച്വലി നമ്മൾ മെയിൻസിന് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിരിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം ആ ക്വസ്റ്റ്യൻസിനെ ബിഫോർ എക്സാം. എങ്കിൽ മാത്രം നമുക്ക് ആ സമയത്ത് ടെൻഷൻ ഇല്ലാതെ ആ എക്സാംസിനെ നമുക്ക് ആ ടെൻഷൻ ഇല്ലാതെ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ റീസണിങ്ങിന് ഞാൻ ഇവിടെ സോഴ്സസ് ഒന്നും പറയുന്നില്ല, ബിക്കോസ് നമുക്കറിയാം അല്ലെ, റീസണിങ് ഒട്ടുമിക്ക സ്റ്റുഡൻസിനും ഈസി ആണ്. മാത്രമല്ല എന്താണ്, റീസണിങ് ഒത്തിരി സോഴ്സുകൾ ഈ പറഞ്ഞ എല്ലാ ആപ്പുകളിലും എല്ലാ പിന്നെ യൂട്യൂബ് ചാനൽസിലും ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് 2 സോഴ്സ് യൂസ് ചെയ്യാനാണ്. ഒരു PDF സോഴ്സും ഒരു വീഡിയോ സോഴ്സും. ഓക്കെ, മെയിൻ ആയിട്ട് സ്മാർട്ട് കിഡ് ആൻഡ് എഫേഴ്സ് ക്ലൗഡ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടി ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചും കൂടി ഒരു ഇപ്പോഴത്തെ ഒരു കേസ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന് പുറമെ അതിന്റെ കുറച്ച് ഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലെ. സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഫിനാൻഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇപ്പൊ കറണ്ട് അഫയേഴ്സിൽ വരുന്നത്. സോ സ്മാർട്ട് കിഡും അഫയേഴ്സ് ക്ലൗഡും ആണ് കുറച്ചുകൂടി ആ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. സോ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതാണോ നിങ്ങൾക്ക് ഓക്കെ തോന്നുന്നത് ആ ഒരു സോഴ്സിനെ മെയിൻ സോഴ്സായി നിങ്ങൾ എടുക്കുക. ദെൻ വേറൊരു വീഡിയോ സോഴ്സും കൂടി നോക്കുക. ഓക്കെ, വീഡിയോ സോഴ്സ് ആയിട്ട് ഞാനിവിടെ കൊടുത്തേക്കുന്നത് അഭിജിത്ത് സാറ്, ആദിത്യ സാറൊക്കെയാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദിത്യ സാറിന്റെ കോഴ്സ് എടുക്കുവാണെങ്കിൽ അവിടെ വീഡിയോ പ്ലസ് PDF ഒന്നിച്ചുണ്ടാവും. അപ്പോഴും അവിടെ ഒരു സോഴ്സാ വരുന്നത്. അപ്പൊ നിങ്ങൾ ഒരു സോഴ്സും കൂടി നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്മാർട്ട് കീഡയിൽ PDF പഠിക്കുവാണെങ്കിൽ അഭിജിത്ത് സാറിന്റെ വീഡിയോ കാണാം, അല്ലെ ആദിത്യ സാറിന്റെ വീഡിയോ കാണാം. ഓക്കെ, അപ്പൊ അവിടെ വെച്ച് കഴിഞ്ഞാല് ഒരു എന്താ പറയാ, ഒരു റിവിഷൻ പർപ്പസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം നിങ്ങൾ ഇപ്പൊ 2 സോഴ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അത്യാവശ്യം കവർ ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. ആ കോൺഫിഡൻസ് മതി നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അങ്ങനെ നോക്കുക. പിന്നെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് നോക്കുക എന്നുള്ളതാണ്. ഡെയിലി നോക്കുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് വീക്കിലി എങ്കിൽ നോക്കുക. മന്ത്ലി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജൂൺ മന്ത് ആണ്. സോ മെയ് മന്തിലത് ജൂൺ മന്ത് കഴിയുമ്പോഴേക്കും മെയ് മന്ത് കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ പിന്നെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണം. എന്നിട്ട് ജൂൺ മന്ത് ആകുമ്പോഴേക്കും ജൂൺ മന്ത് കഴിയുമ്പോഴേക്കും അടുത്ത മെയ് മന്ത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ, അതായത് നമ്മൾ തൊട്ട് മുന്നേ പ്രീവിയസ് മന്തിന്റെ കറണ്ട് അഫയേഴ്സ് ഈ പ്രസന്റ് മന്ത് പഠിക്കുക. ഈ പ്രസന്റ് മന്ത് കഴിയുമ്പോഴത്തേക്കും തൊട്ട് മുന്നിലത്തെ മന്തിലെ പഠിക്കുക. പക്ഷെ അത് എനിക്ക് മന്ത്ലി പഠിക്കുന്നതിലൂടെ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ഡെയിലി പഠിച്ചു പോവുക, അതിനെ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ പല സ്റ്റുഡൻസ് ഉണ്ട് ഡെയിലി നമ്മുടെ കറണ്ട് അഫയേഴ്സ് വായിച്ച് നോട്ട് ചെയ്ത് ആ നോട്ട് ഒരു സൺഡേ കംപ്ലീറ്റ് ആ നോട്ട് ഒന്ന് റിവൈസ് ചെയ്ത് അങ്ങനെ പോകുന്ന കുറെ സ്റ്റുഡൻസ് ഉണ്ട്. അത്തരം സ്റ്റുഡൻസ് എപ്പോഴും ഫീഡ്ബാക്ക് പറയുന്നത് എന്താ വെച്ചാല് ക്വസ്റ്റ്യൻസ് ഒന്നും ന്യൂസ് ഒന്നും ഓർമ്മയില്ലെങ്കിലും റിവിഷൻ ചെയ്യുമ്പോൾ ആ ന്യൂസ് ഒക്കെ
നമ്മൾ ഓൾറെഡി മുന്നേ കേട്ടതാണല്ലോ എന്നുള്ള ഒരു പരിചയം അവരുമായിട്ടുണ്ട്, ആ ന്യൂസ് ഒക്കെ ആയിട്ട് ഒരു പരിചയം തോന്നുന്നുണ്ട് എന്നുള്ള കാര്യം എപ്പോഴും സ്റ്റുഡൻസ് പറയാറുണ്ട്. അപ്പൊ കുറച്ചുകൂടി ഈസി ആയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. സോ ഇപ്പൊ സ്മാർട്ട് കീയുടെ സംഭവമൊക്കെ അവരുടെ പിന്നെ മെറ്റീരിയൽ എടുക്കുവാണെങ്കിൽ അവർ ഡെയിലി കൊടുക്കുന്ന അതേ പിന്നെ ന്യൂസ് തന്നെയാണ് അവർ വീക്ക്ലി ആയിട്ടും മന്ത്ലി ആയിട്ടും സെയിം കോപ്പി പേസ്റ്റ് ആണ്. സോ നിങ്ങൾ ഡെയിലി പഠിച്ചിട്ട് മന്ത്ലി PDF പ്രിന്റ് എടുത്ത് വായിക്കുവാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ച ന്യൂസ് തന്നെയാണ് വരുന്നത്. ഈവൻ FS Cloud ഒക്കെ ആണെങ്കിൽ ഡെയിലി ഒത്തിരി ഡീപ്പായിട്ടുള്ള ന്യൂസ് ഉണ്ടാവും. പക്ഷെ അവരത് മന്ത്ലിയൊക്കെ ആക്കുമ്പോൾ പല ന്യൂസും കട്ട് ചെയ്ത് വേണ്ടത് മാത്രം ഷോർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ സ്മാർട്ട് കീയുടെ ആവുമ്പോൾ നിങ്ങൾക്ക് സെയിം തന്നെ കിട്ടും. ഓക്കെ, സോ എല്ലാത്തിനും അതിൻ്റെതായ എന്താ പറയാ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ട്. സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് 2 സോഴ്സ് ഫോളോ ചെയ്യുക മസ്റ്റ് ആയിട്ട്. പിന്നെ നിങ്ങൾ ടൈം എടുത്തിട്ട് തന്നെ, അത്യാവശ്യം ടൈം എടുത്തിട്ട് തന്നെ ഈ 2 സോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സോഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി ആര് വന്ന് പറഞ്ഞാലും ഞാൻ മറ്റേ സോഴ്സ് ആണ്, ആ സോഴ്സിൽ നിന്നാണ് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുക. പലപ്പോഴും കണ്ടിട്ടുണ്ട് മെയിനായിട്ട് ഈ എക്സാം എടുക്കുന്ന സമയത്ത് പല സ്റ്റുഡൻസും, ഒരാള് സ്മാർട്ട് കീയുടെ പറയും, ഒരാള് ഗൈഡ്ലി പറയും, ഒരാൾ അഫയേഴ്സ് ക്ലൗഡ് പറയും. അപ്പൊ പല സ്റ്റുഡൻസും ഇങ്ങനെ ഏത് സോഴ്സ് എന്നുള്ള രീതിയിൽ, ഏതാണ് ബെസ്റ്റ് സോഴ്സ് എന്നുള്ള രീതിയിൽ എന്താ പറയാ ഓട്ടപ്പാച്ചിലുകളാണ്. സോ അതിൽ ഏറ്റവും നല്ലത് നിങ്ങൾ ആ ടൈം പാനിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ 2 സോഴ്സ് ചൂസ് ചെയ്യുക. ആ 2 സോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ ചെയ്യുക. ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ന്യൂസുകൾ, ഇപ്പൊ അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് മാറിയാലും ഇവിടെ ഒരു വാർ നടന്നു കഴിഞ്ഞാലും അത് എല്ലാവർക്കും ഒരേ സാധനമാണ് നടക്കുന്നത് അല്ലെ. അത് അവര് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി, അവർ കൊണ്ടുവരുന്ന രീതിയിലാണ് വ്യത്യാസം ഓരോ സോഴ്സുകളും. സോ ഏത് സോഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം, ആ സോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക. ടൈം എടുത്ത് ചൂസ് ചെയ്യുക. പിന്നെ അതിൽ ചാടി കളിക്കാൻ പാടില്ല. ഓക്കെ, സോ ആദിത്യ സാറിന്റെ ഹസൽ ബാച്ച് ഒക്കെ വളരെ നല്ലൊരു ബാച്ച് ആയിട്ട് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല സ്മാർട്ട് കീട വളരെ നന്നായി തോന്നിയിട്ടുണ്ട്. അഭിജിത്ത് സാറിന്റെ വീഡിയോസ് നന്നായി തോന്നിയിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുന്ന രീതിയിൽ പഠിക്കുക, വാരി വലിച്ച് പഠിക്കാതിരിക്കുക. പഠിച്ചത് എന്താണോ അതിനെ റിവിഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ മോക്ക് ടെസ്റ്റ് ആണ് എനിക്ക് പറയാനുള്ളത്. മോക്ക് ടെസ്റ്റ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഇപ്പൊ നമുക്ക് എക്സാംസ് ഒന്നും മുന്നിൽ വന്നിട്ടില്ല അല്ലെ, നോട്ടിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. സോ ഈ ടൈം നിങ്ങൾ പെർ വീക്ക് 4 പ്രിലിംസും 2 മെയിൻസും ചെയ്യാം. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് 2 മെയിൻസ് 2 മണിക്കൂറോ അതിന് മേലെയുള്ള 2 മണിക്കൂറൊക്കെ ഇരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മെയിൻസ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യുക. രണ്ടാമത്തെ മെയിൻസിന് നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ ഒരു റീസണിങ് സെക്ഷൻ മോക്ക് ചെയ്യുക, ഉച്ചക്ക് ഒരു ക്വാണ്ട് സെക്ഷൻ മോക്ക് ചെയ്യുക, അതായത് മെയിൻസ് മോക്ക്. ദെൻ വൈകുന്നേരം ഇംഗ്ലീഷ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് 3, പിന്നെ കറണ്ട് അഫയേഴ്സ് ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും സെക്ഷനായിട്ട് കിട്ടും അല്ലെ. അപ്പൊ ഈ 4 സെക്ഷൻസ് നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈം സ്ലോട്ട് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മോക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലും കിട്ടും അല്ലെ. സോ നിങ്ങൾക്ക് ആ ഒരു അത്രയും ടൈം ഇരിക്കാൻ ബുദ്ധിമുട്ട്, ആക്ച്വലി ഞാൻ പറയുന്നത് ആ മെയിൻസ് ആ ടൈം 2 മണിക്കൂറോ 2.5 മണിക്കൂറോ നമ്മൾ ഇരുന്നിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമുക്ക് എക്സാം സെന്ററിലും ആ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. ഇനി നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം എന്തായാലും കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സെക്ഷനായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുക. മോർ ഓവർ നിങ്ങൾ എപ്പോഴും ഒരു എക്സാം, ഒരു പ്രിലിംസ് എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ, പ്രിലിംസ് അല്ല ഒരു മോക്ക് ടെസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും അവിടുന്ന് എഴുന്നേറ്റ് പോസ് ചെയ്ത് എഴുന്നേറ്റ് പോയി വീണ്ടും അത് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ എക്സാം സെന്ററിൽ അറ്റൻഡ് ചെയ്യുന്നത് അതുപോലെ ആ ഒരു മെന്റാലിറ്റിയിൽ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ടൈമിൽ മാത്രമേ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് മാത്രമല്ല, ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വേറെ കാര്യങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ചെയ്യാൻ പാടില്ല. അത് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോ പോസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുവാണെങ്കിൽ സബ്മിറ്റ് അടിച്ചേക്കുക. ദെൻ റീടെസ്റ്റ്, ആ എക്സാമിനെ വീണ്ടും എന്ത് ചെയ്യുക, റീടെസ്റ്റ് അടിക്കുക. ഓക്കെ, ഇപ്പം ഗൈഡിലായിക്കോട്ടെ, ടെക്സ്റ്റ് ബുക്കിലായിക്കോട്ടെ, അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഈ റീടെസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്, റീ അറ്റംപ്റ്റ് ഓപ്ഷൻ ഉണ്ട്. സോ അത് എടുക്കുക. ഓക്കെ, ദെൻ ഇവിടെ ഞാൻ കറണ്ട് അഫയേഴ്സ് പറയുന്ന പോലെ തന്നെ ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രം ചെയ്യാൻ പാടില്ല, 2ഓ അതിൽ കൂടുതലോ പ്ലാറ്റ്ഫോം ചെയ്യണം. എന്ന് വെച്ചിട്ട് ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ടോ അത് എല്ലാത്തിലും കയറി പർച്ചേസ് ചെയ്ത് എല്ലാ മോക്ക് ടെസ്റ്റും പോയി ചെയ്ത ആ ഒരു ഇത് ഉണ്ടാവാനും പാടില്ല. മിനിമം 2 ചെയ്യാന്നേ പറയുന്നുള്ളൂ. സോ ഇവിടെ ഇപ്പൊ ഞാൻ സ്മാർട്ട് കീഡ ടെക്സ്റ്റ് ബുക്ക് ആ ഒരു കോംബോ എടുക്കുവാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഈസി ടു ആവറേജ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക, ഈസി ടു മോഡറേറ്റ്.
സ്മാർട്ട് കിഡി ആണെങ്കിൽ മോഡറേറ്റ് ടു ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നുണ്ടാവുക. സോ ആ രീതിയിലാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ടഫ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പോവുക. ഇപ്പൊ നിങ്ങൾക്ക് എക്സാംസ് ഒന്നും ഇല്ല, സോ ഈ ടൈം നിങ്ങൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. ദെൻ എക്സാമിനോട് അടുപ്പിച്ചിട്ട് ഒരു 20 to 30 ഡേയ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഒത്തിരി ടഫ് ആയിട്ടുള്ള ചെയ്യാതെ ഈസി ടു മോഡറേറ്റ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. സോ ആ എക്സാമിന് അടുത്തൊരു 20 ഡേയ്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്രിലിംസ് മാത്രമേ പഠിക്കുള്ളൂ, മെയിൻസ് നമ്മൾ നോക്കില്ല. സോ ആ ഒരു ഗ്യാപ്പ് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ടൈം അത്യാവശ്യം നന്നായിട്ട് മെയിൻസിന്റെ മോക്ക് ചെയ്യാനും മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാനൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഒരു ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ ആൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു അറ്റ്ലീസ്റ്റ് ഇത് എന്റെ ഒരു ഒപ്പീനിയൻ ആണ് ഇങ്ങനെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴേ അത്യാവശ്യം പ്രിലിംസിൽ 90+% സ്കോർ ഒക്കെ കിട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ 4 പ്രിലിംസ് ചെയ്യണ്ട, 2 or 3 ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് മെയിൻസിൽ കൂടുതൽ ടൈം മെയിൻസ് ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതൊരു കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയുന്നത് ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രയോറിറ്റീസും നിങ്ങളുടേതായ വീക്കറും സ്ട്രോങ്ങർ സെക്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ മോഡിഫിക്കേഷൻസ് വരുത്താവുന്നതാണ്. ഓക്കെ, സോ നന്നായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ടൈം നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക, എഫക്റ്റീവ് വേയിൽ യൂസ് ചെയ്യുക. ദെൻ എഫക്റ്റീവ് ആയിട്ട് പഠിക്കുക. നിങ്ങളുടെ ഹാർഡ് വർക്കിന് ഒരു ദിവസം അതിന്റെ വില നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ എന്താ പറയാ ആ ഹാർഡ് വർക്കിന്റെ ഫലം നിങ്ങൾക്ക് 1 day കിട്ടും. യു ക്യാൻ ക്രാക്ക് ഇറ്റ് എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് പോവുക. സെൽഫ് മോട്ടിവേറ്റ് ആയിട്ട് ഇരിക്കുക എപ്പോഴും. ഓക്കെ, സോ ഇത് എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് എന്റെ ഒരു എന്താ പറയാ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്തു. എന്റെ ഒരു എക്സ്പീരിയൻസിലൂടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തത് മാത്രമേ ഉള്ളൂ. സോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.